വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റോയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, DA കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കളക്ടറേറ്റുകളെയും താലൂക്ക് വില്ലേജ് ഓഫീസുകളെയും സമരം സാരമായി ബാധിച്ചു. ജീവനക്കാരോട് സർക്കാർ ക്രൂരത കാട്ടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ജീവനക്കാരോടും അധ്യാപകരോടും ഇതുപോലെ ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാർ നമുക്കറിയാം. 19% DA ഉൾപ്പെടെ, DA കുടിശ്ശിക ഉൾപ്പെടെ, ലീവ് സറണ്ടർ ഉൾപ്പെടെ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ 65,000 കോടി രൂപയാണ് അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത്. ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ സമരത്തിനിടെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് അടച്ചിട്ടു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സമരങ്ങളെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. ഞങ്ങൾ അതിനകത്ത് ശാരീരികമായി ആക്രമിക്കാൻ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമല്ലോ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിന് പോയതിനാൽ സ്കൂളിന് അവധി നൽകി. ഞാൻ തുറന്നിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെന്റ് DD എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നാലെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. ആകെ 4700 ജീവനക്കാരിൽ 3468 പേർ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഹാജരായി. കളക്ടറേറ്റുകൾക്ക് മുന്നിലായിരുന്നു മറ്റ് ജില്ലകളിലെ സമരം. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.